മരണത്തെ മുഖാമുഖം കണ്ട അനുഭവങ്ങളെക്കുറിച്ച് യുവതി നടത്തിയ വെളിപ്പെടുത്തൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. ഹമാസിൻ്റെ തടവിൽ നിന്നും രക്ഷപ്പെട്ട ഇസ്രായേലി യുവതിയായ നോവ അർഗമാനിയാണ് തൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 245 ദിവസങ്ങൾക്കിടയിൽ ഭീകരർ പല സ്ഥലങ്ങളിലായി തന്നെ തടവിൽ പാർപ്പിച്ചുവെന്നും നോവ വെളിപ്പെടുത്തി. നോവയെ ഉൾപ്പെടെ 4 പേരെയാണ് ഇസ്രായേലി സൈന്യം നടത്തിയ രക്ഷാദൗത്യത്തിലൂടെ ഹമാസിന്റെ തടവിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിലാണ് ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. ഹമാസ് ഭീകരർ തന്നെ കൊല്ലുമെന്ന് തന്നെയാണ് കരുതിയത്. കഴിഞ്ഞ 8 മാസക്കാലം ഗാസയിലെ 4 ഇടങ്ങളിൽ തടവിൽ കഴിഞ്ഞു. അവസാനമായി ഭീകരർ ഒരു പലസ്തീനി കുടുംബത്തോടൊപ്പമാണ് തന്നെ പാർപ്പിച്ചതെന്നും അവിടെ ഒരു വീട്ടുജോലിക്കാരിയായി പാത്രങ്ങൾ വരെ കഴുകേണ്ടി വന്നതായും നോവ പറയുന്നു. ഓരോ വീടുകളിലേക്ക് മാറുമ്പോഴും പലസ്തീനി വേഷങ്ങളാണ് ധരിച്ചിരുന്നത്. ഇസ്രായേലി സൈനികരെത്തുമ്പോൾ താൻ അടുക്കളയിൽ വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ടത് ഇപ്പോഴും അവിശ്വസനീയമായി തോന്നുന്നുവെന്നും 26-കാരിയായ നോവ പറഞ്ഞു. ഏറെ നാളുകൾക്ക് ശേഷം ഉറ്റവരെ കണ്ട നോവ വിതുമ്പി. പിതാവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന നോവയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിലാണ് വൈറലായത്. തലച്ചോറിൽ അർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന അമ്മയുമായുള്ള നോവയുടെ കൂടിക്കാഴ്ചയും ഹൃദയസ്പർശിയായിരുന്നു. സൈനിക ഹെലികോപ്റ്ററിൽ ടെൽ അവീവിലെത്തിച്ച നോവയെ ഉടൻ തന്നെ അമ്മയുള്ള ആശുപത്രിയിലേക്ക് സൈന്യം കൊണ്ടുപോവുകയായിരുന്നു. സുരക്ഷിതയായി വീട്ടിലെത്തിയ നോവയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഐസക് ഹെർസോഗും ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു.